Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Ma'am. Okay. അടിപൊളി. കേക്കൊക്കെ കുടിച്ചോ? പിന്നെ ഉയർന്നു വേണ്ടി വെയിറ്റ് ചെയ്യാണ് അല്ലേ? Advance Happy New Year. അങ്ങനെ എന്തായി കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിനേലും നല്ലതായിരുന്നു ഈ പ്രാവശ്യം ക്രിസ്മസ്. എന്താണ് അഭിപ്രായം? സ്പെഷ്യൽ എന്തായിരുന്നു ക്രിസ്മസ് ആയിട്ട്? സ്പെഷ്യൽ ലിഫ്റ്റി സ്പെഷ്യൽ ഒന്നും ഉണ്ടായില്ല അല്ലെ? ലിഫ്റ്റി അപ്പൊ എവിടെയാ? നാട്ടിലല്ലേ? ചെന്നൈ. നമ്മുടെ ഈ ഒരു വർഷം ഒരു തീരാണല്ലേ? ഇത്ര പെട്ടെന്നാണ് 2024 പോയത്. എനിക്ക് ഈ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു? ചുറ്റിയായിരുന്നോ? അടുത്ത വർഷം നന്നായിരിക്കട്ടെ. നമ്മളുടെ ഈ ഗ്രൂപ്പിൽ കുറെ ആൺകുട്ടികൾ പോയായിരുന്നോ? അപ്പൊ ആരെയും കാണുന്നില്ല. ഹാപ്പി ന്യൂ ഇയർ. ഞാനവിടെ പോവാനാ. കുറച്ചു പേരുള്ളല്ലോ ഇന്റർ ക്ലാസ്സിലെ. ട്രിപ്പ് പോകുന്നുണ്ട്, വാൽപ്പാറ പോകുന്നുണ്ട്. ക്രിസ്മസ് അടിപൊളിയായിരുന്നല്ലോ. നല്ല ക്രിസ്മസ് ആയിരുന്നോ? ന്യൂ ഇയറിന് എന്ത് പരിപാടി? നമ്മക്കിങ്ങനെ ആഘോഷിക്കണ്ടേ? ആഘോഷിക്കാതിരുന്നിട്ട് എന്തിനാ? പറ്റുന്ന പോലെയൊക്കെ ആഘോഷിക്കുക. അതൊരു ലൈഫിലുള്ളൂ നമുക്ക്. സന്തോഷമായിട്ട് ഇരിക്കുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമിക്കാനുണ്ടെങ്കിൽ എപ്പോഴും വിഷമിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ആ സമയം കൊണ്ട് കിട്ടുന്ന കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുക. അതെ, വിഷമങ്ങളൊക്കെ ആലോചിച്ച് എപ്പോഴും വിഷമമല്ല ഉണ്ടാവുള്ളൂ. എപ്പോഴും വിഷമം ഉണ്ടാവുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ എപ്പോഴും വിഷമം ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കണം. ഹാപ്പി ആയിട്ടിരിക്കാൻ നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. പക്ഷെ നമുക്ക് വിഷമിച്ചിരിക്കാൻ ഭയങ്കരമായിട്ട് സമയം കണ്ടെത്തും. നമ്മള് ഹാപ്പിനെസ്സിനാണ് നമുക്ക് സമയം കുറവ് കണ്ടെത്തുന്നത്. അതെ, മറ്റുള്ളവരുടെ ലൈഫ്, മറ്റുള്ളവർ പറയുന്നത് നോക്കാതെ നമുക്ക് നമ്മളുടേതായിട്ട് നമ്മുടെ മൈൻഡ് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയില്ലേ, മൈ ഓൺ മൈ എന്നൊക്കെ പറയില്ലേ, അത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയാണ്.
ആരും ഫോഴ്സ് ചെയ്യിപ്പിച്ച് ആരും ഇരിക്കുന്നില്ല. പക്ഷെ പാരന്റ്സിനെ ഒക്കെ നിഷേധിച്ചുകൊണ്ടതല്ല കേട്ടോ. സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്താ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ കുറെ നേരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കണല്ലേ, പിന്നെ സംസാരിക്കണ്ടേ എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മളുടെ ചാപ്റ്റേഴ്സ് എല്ലാം ടീച്ചേഴ്സ് എടുത്ത് തീർക്കോട്ടോ. നിങ്ങളുടെ എക്സാമിന് മുമ്പ് ഇത് തരും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഓർഡറിലൊന്നും ആയിരിക്കും എടുക്കുന്നത് എങ്കിലും നമ്മളത് എടുത്ത് തീർക്കും എക്സാമിന് മുമ്പ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ വന്ദന മിസ് പറഞ്ഞ കുറേ സംശയമാണെന്ന് പറഞ്ഞു നമുക്ക്. ഓക്കെ പോട്ടെ, അപ്പൊ ശരി. നമ്മള് മാർക്കിങ്സ് ഒക്കെ പറഞ്ഞല്ലേ, നമുക്ക് യെസ് പാസീവ് വിഷ്വൽ വാർണിങ്സ് ഒന്ന് നോക്കാം. പാസീവ് വിഷ്വൽ വാർണിങ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സാമിന് സമയം ഉണ്ടോ പറയോ കേട്ടോ, എക്സാമിനായാലൊക്കെ പറയാം. എന്താണ് പാസീവ് വിഷ്വൽ വാർണിംഗ്? പാസീവ് വിഷ്വൽ വാർണിംഗ് വിഷ്ണുമായ ക്ലാസ്സിലുണ്ടാവോ? വിഷ്ണുമായ എന്താണ് പിള്ളേരെ പാസീവ് വിഷ്വൽ വാർണിങ്സ് എന്ന് പറഞ്ഞ? നമ്മൾ ആംബുലൻസ് ആണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. നമുക്ക് ഓഡിയോ ആയിട്ടും ഓഡിയബിൾ ആയിട്ടും നമ്മൾക്കത് കണ്ടും മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. യെസ്, കാണാൻ പറ്റുന്ന ഇതൊക്കെയാണ് പാസീവ് വിഷ്വൽ വാർണിങ്സ്. ആർ ജനറലി പാർട്ട് ഓഫ് ദ ഡിസൈൻ ഓഫ് ദ വെഹിക്കിൾ and the usage of high contrast pattern are involved. അല്ലെ, ഹൈ കോൺട്രാസ്റ്റിലായിരിക്കും അത് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. ഇത് കണ്ടോ, ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഹൈ കോൺട്രാസ്റ്റ് ഇങ്ങനെ കളേഴ്സ് കൊടുത്തിരിക്കുന്നത്. എത്ര ദൂരത്ത് നിന്ന് വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഇത് റിഫ്ലക്ട് ചെയ്ത് കാണാൻ സാധിക്കും. ചെക്ക് മാർക്സുകൾ അതുപോലെ തന്നെ വിസിബിൾ ആയിട്ടുള്ള സിമ്പിൾസുകളൊക്കെ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും, എത്ര ദൂരത്ത് നിന്നും കാണാൻ സാധിക്കുന്ന തരത്തിലായിരിക്കും തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. Older ambulances are more likely to have their pattern painted on, whereas modern ambulances normally carry retroreflective designs, which reflects light from car headlights or torches. എന്താണ് ഈ മോഡേൺ ആംബുലൻസസ്? മറ്റേ ഓൾഡർ ആംബുലൻസിൽ പെയിന്റിങ്സ് ആയിരുന്നു അല്ലെ, ജസ്റ്റ് പെയിന്റിങ് മാത്രമായിരുന്നു ഡിസൈൻസിൽ കൊടുത്തിരുന്നത്. മോഡേൺ ആംബുലൻസ് ആയപ്പോൾ ഏത് രീതിയിലുള്ള ലൈറ്റിനിങ് ആണ് വന്നത്? റെട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻസുകളാണ് അല്ലെ. റെട്രോ റിഫ്ലക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഏത് ദൂരത്ത് നിന്നും കാറിന്റെയൊക്കെ ഹെഡ്ലൈറ്റ്സ് ടോർച്ചസ് അടിച്ചു കഴിഞ്ഞാല് ഇത്രയും പെട്ടെന്ന് വിസിബിൾ ആവുന്ന തരത്തിലായിരിക്കും എന്താ റെട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻസുകൾ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. എത്ര ദൂരത്ത് നിന്ന് നമുക്കത് വിസിബിൾ ആയിരിക്കും. അനദർ പാസീവ് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രം ഹിസ് വേർഡ് ആംബുലൻസ് ഓർ ലോക്കൽ ലാംഗ്വേജ് ഓൾട്ടർനേറ്റീവ് ഇലിസ്ട്രേറ്റ്. നമ്മൾ ആംബുലൻസ് എന്നുള്ള വാക്കുകൾ തിരിച്ചെഴുതിയായിരിക്കുന്നതാണ് കണ്ടിരിക്കുന്നത് അല്ലെ. എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? നമ്മുടെ നേരെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആംബുലൻസ് നേരെയാണ് കണ്ടിരിക്കുന്നത്. പറവില്ലരെ അല്ല, അതൊരു ലോക്കൽ ലാംഗ്വേജ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇലിസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്, റിവേഴ്സിലാണ് അത് എഴുതിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് തിരിച്ചു ചെയ്തിരിക്കുന്നത്? റിവേഴ്സ് ഓൺ ദ ഫ്രണ്ട് ഓഫ് ദ വെഹിക്കിൾ. ഇതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ തിരിച്ചു ചെയ്തിരിക്കുന്നത്. മുമ്പിൽ വരുന്ന വാഹനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അല്ലെ. മുമ്പിൽ വരുന്ന വാഹനങ്ങൾക്കാണോ? ആണോ? Thus enable drivers of the vehicle to simply identify an approaching ambulance in the rear view mirror ambulances. May display the name of the owner or operator and an emergency telephone number for the ambulance services.
പുറകിൽ നിന്ന് വരുന്നത് ഗ്ലാസ് വഴിയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് എന്ത് അത് ആ ലാംഗ്വേജ് ആൾട്ടർനേറ്റീവ്ലി ഇൻസ്റ്റിറ്റ്യൂട്ട് റിവേഴ്സിൽ അത് ആ ലാംഗ്വേജ് ആംബുലൻസിന് തിരിച്ചെഴുതിയിരിക്കുന്നത്. യെസ്, മെമ്മറി കൂടി നോക്കുന്ന സമയത്ത് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് റിവേഴ്സ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ആംബുലൻസിൽ മറ്റെന്തൊക്കെ കാര്യങ്ങൾ കൂടി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും? ദ നെയിം ഓഫ് ദ ഓണർ ഓർ ഓപ്പറേറ്റർ അല്ലെ, ആ ഒരു ഓണറിന്റെ ഓപ്പറേറ്ററിനും നെയിം ഉണ്ടായിരിക്കും. എമർജൻസി ടെലിഫോൺ നമ്പറോ സർവീസസിന്റെ നമ്പറും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും എന്താ പാസീവ് വിഷ്വൽ വാർണിംഗ്സിൽ ഉണ്ടായിരിക്കുക. ലൈറ്റ്നിങ്ങിനെയൊക്കെ നമ്മൾ എന്താണ് പറയുന്നത്? പാസീവ് വിഷ്വൽ വാർണിംഗ്സ് ആണെങ്കിൽ ലൈറ്റ്നിങ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇത് പാസീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്ന എന്താണ്? ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്. ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് എന്താണ്? ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്, സോറി ഒരു പോയിന്റ് വിട്ടുപോയി. An ambulance may also have a symbol displayed. ആംബുലൻസിൽ എന്താണ്? ഓൾറെഡി ഒരു സിംബൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ്. എന്താണ് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ്? ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് usually the visual signals or the tasks are in the shape of flashing lights. Like flash lights, the flash in order to attract the attention of the road users as the ambulance approaches. അതായത് ഇന്ത്യ വേണ്ടിയിട്ട് നമ്മൾ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് ഫ്ലാഷ് ലൈറ്റ്സിൽ കൊടുക്കുന്നത് റോഡ് യൂസേഴ്സിനും അതുപോലെ തന്നെ മോട്ടോറിസ്റ്റുകൾ വാഹനയാത്രക്കാർക്കും അതുപോലെ തന്നെ എന്താണ് റോഡ് യൂസേഴ്സിനും ആംബുലൻസ് അപ്രോച്ച് ചെയ്യുന്നു, ആംബുലൻസ് അടുത്തെത്തുന്നു എന്നുള്ള ഒരു സൈന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്ലാഷ് ലൈറ്റ്സുകൾ ഉപയോഗിക്കുന്നത്. To provide warning to motorists approaching a stopped ambulance in a dangerous position on the road. പിന്നെന്താ പറയുന്നത്? ലാസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്? സ്റ്റോപ്ഡ് ആംബുലൻസ് ഇൻ എ dangerous position on the road എന്ന് പറഞ്ഞാൽ എന്താണ്? Stopped ambulance in a dangerous position on the road. ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് അല്ലെ, ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് എന്താണ്? ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ആംബുലൻസ് എത്തിച്ചേർന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, എത്തിച്ചേരുന്ന സമയത്ത് എന്തായിരിക്കും? ഈ ഫ്ലാഷ് ലൈറ്റ്സും ഈ സൈറൻസും ഒക്കെ എന്താണ് ഇങ്ങനെ അതിങ്ങനെ ആംബുലൻസ് ഓൾറെഡി വർക്കിംഗ് ആയിരിക്കും അല്ലെ. ആ ഒരു സമയത്ത് എന്താണ് മറ്റു വാഹനങ്ങളും കൂടി അതിൽ കൂടി കടന്നു പോകുന്നുണ്ടായിരിക്കും. പേഷ്യൻസിന് ആംബുലൻസിനകത്ത് കയറ്റുന്ന സമയത്ത് എന്താണ് മറ്റു വാഹനങ്ങൾ കൂടി അതിൽ കൂടി കടന്നു പോകുന്നുണ്ടായിരിക്കും. അപ്പൊ അവർക്കും കൂടി എന്താണ് നിർദ്ദേശം, ആ ഒരു വാർണിംഗ്സ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ആ ഫ്ലാഷ് ലൈറ്റ്സും സൈലൻസും ഒക്കെ ആ ഒരു സമയത്ത് നിലയ്ക്കാതെ അവരെ കണ്ടിന്യൂ ചെയ്തിടുന്നത്. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തിട്ടായിരിക്കും ആംബുലൻസിൽ പേഷ്യൻസിനെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് മറ്റു വാഹനങ്ങൾ അതിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടോ? അപ്പൊ അവിടെ സ്റ്റോപ്പ്ഡ് ആംബുലൻസ് അവിടെ എന്തെന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫ്ലാഷ് ലൈറ്റ്സുകളും അതുപോലെ സൈറൻസും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നിർത്താതെ ഇടുന്നത്. ഓക്കെ, അതാണ് സ്റ്റോപ്പ് ആംബുലൻസിന്റെ ഡേഞ്ചറസ് പൊസിഷൻ ആണ്. ഡേഞ്ചറസ് പൊസിഷൻസിലായിരിക്കും ചിലപ്പോൾ കിടക്കുന്നത് അല്ലെ, മറ്റു വാഹനങ്ങൾക്ക് ചിലപ്പോൾ കുറുകേക്കായിരിക്കും ആംബുലൻസ് കിടക്കുന്നത്. അപ്പോൾ ആംബുലൻസ് അവിടെ ഉണ്ടെന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ സൈറൻസും ഫ്ലാഷ് ലൈറ്റ്സും ഒന്ന് ഓഫ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഓക്കെ, അറ്റൻഷൻ കിട്ടാൻ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്ലാഷ് ലൈറ്റ്സും സൈറൻസും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇനി എന്തൊക്കെ കോമൺ കളേഴ്സ് ആണ് ആംബുലൻസസിൽ ഉപയോഗിക്കുന്നത്? വാർണിംഗ് ബീക്കൺസ് എന്തൊക്കെയാണ്? Common colors for ambulance warning beacons are blue, red, amber and white. എന്താണ് ആംബിയർ? ആംബിയർ എന്ത് കളറാണ്? ഒരു ബ്രൗണിഷ് യെല്ലോ കളറാണ് ആംബിയർ. ഓറഞ്ചും അല്ല എന്നാൽ മഞ്ഞ അല്ലാത്തൊരു കളർ. കണ്ടിട്ടുണ്ടോ നിങ്ങള്? ബ്രൗണിഷ് യെല്ലോ എന്ന് പറയും. ആംബിയർ എന്ന് വെച്ചാൽ ബ്രൗണിഷ് യെല്ലോ കളറിനെയാണ് ആംബിയർ എന്ന് പറയുന്നത് കേട്ടോ. ആംബുലൻസിൽ ബസ് ചെയ്ത് പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, മുകളിൽ കളേഴ്സ് വെച്ചിട്ടുണ്ടായിരിക്കും അമ്പഴത്തിന്റെ.
ഏതൊക്കെ കളേഴ്സ് ഉണ്ട്? ബ്ലൂ, റെഡ്, ആംബിയർ ആൻഡ് വൈറ്റ്. വൈറ്റ് എന്ന് വെച്ചാൽ ക്ലിയർ കളർ. Then how the colors may different by country. ഓരോ കൺട്രീസിനും ഈ ബൾബസിന്റെ കളറിലെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോ കൺട്രീസിലും പലതരത്തിലുള്ള ബൾബുകളായിരിക്കും, പല കളേഴ്സിലായിരിക്കും ഉണ്ടായിരിക്കും. ഓക്കെ, കോമൺ കളറാണ് എന്ത്? ബ്ലൂ, റെഡ്, ആംബിയർ ആൻഡ് വൈറ്റ് കളേഴ്സ്. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ ആ കളേഴ്സ്? ഓർമ്മയൊന്നുമല്ലല്ലോ നിങ്ങള്? No. Yes, yes. There are several technologies presently used to achieve the flashing effect. These include flashing a light bulb or LED, flashing or rotating halogens, and strobe lights, which are commonly brighter than incandescent lights. നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന ലൈറ്റിന് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഫ്ലാഷിംഗ് ലൈറ്റ്സ് ഭയങ്കര എന്താണ്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. നിലവിലെ ശബ്ദം ഉള്ള സമയത്ത് എന്താണ്, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തായിരിക്കും പോകുന്നിരിക്കുന്നത് അല്ലെ? അവിടെ എങ്ങനത്തെ തരത്തിലുള്ള ലൈറ്റ്സുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഫ്ലാഷിംഗ് എഫക്റ്റ് കിട്ടാനായിട്ട് ഏത് തരത്തിലുള്ള ലൈറ്റ്സും സെറ്റപ്പാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്? യെസ്, LED ആണോ? ലൈറ്റ് ബൾബോ LED ആണ് അല്ലെ? കൂടുതൽ ബ്രൈറ്റ്ലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ LED ബൾബ്സുകൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഏത് ദൂരത്ത് നിന്നും ഇത് വിഷ്വൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള LED ബൾബ്സുകൾ അവിടെ ഉപയോഗിക്കുന്നത്. ഇത് മീൻസ് ബ്രൈറ്റ്ലിംഗ് ആയിട്ടുള്ള ജ്വലിക്കുന്ന തരത്തിലുള്ള ലൈറ്റിംഗ് സെറ്റപ്പ് ആയിട്ടുള്ളത് ആംബുലൻസ് ബൾബുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുക. ഓക്കെ, കോമൺലി ബ്രൈറ്റർ ദാൻ ഇൻകാൻഡസെന്റ് ലൈറ്റ്സ്. ഇൻകാൻഡസെന്റ് ലൈറ്റിനേക്കാളും ബ്രൈറ്റർ ആയിരിക്കും എന്ത്? ഫ്ലാഷിംഗ് ലൈറ്റ്സോ LED ലൈറ്റ്സുകൾ എന്ന് പറയുന്നത്. So as to increase safety, it is the best practice to have 360-degree coverages with active warnings, enhancing the chance of the vehicle being seen from all sides. എന്താണ്? അതായത് ഇൻക്രീസ് സേഫ്റ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത്? 360-degree കവറേജ് അല്ലെ? ആക്റ്റീവ് വാർണിംഗ്സുകൾ സെറ്റ് ചെയ്യുന്നത്. ഏത് സൈഡിൽ നിന്ന് ആംബുലൻസ് ലൈറ്റ് ഇട്ട് നിൽക്കുന്നത് ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും അത് 360-degree കവറേജിൽ അത് കാണാൻ സാധിക്കാം. അതിനു വേണ്ടിയിട്ടായിരിക്കും അതങ്ങനെ സെറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, ഏത് ഭാഗത്തു നിന്നും എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്നുള്ളത് വിഷ്വൽ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലായിരിക്കും എന്താ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് 360-degree കവറേജസിലൊക്കെ ആക്റ്റീവ് വാർണിംഗ്സുകൾ അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒന്ന് പറഞ്ഞേ, പാസീവ് വിഷ്വൽസിൽ എന്തൊക്കെയാ വരുന്നത്? പാസീവ് വിഷ്വൽസ് എന്ത് രീതിയിലുള്ള ഡിസൈൻസുകളായിരിക്കും? യൂസേജ് ഓഫ് ഹൈ കോൺട്രാസ്റ്റ് പാറ്റേൺ അല്ലെ? ഹൈ കോൺട്രാസ്റ്റ് പാറ്റേൺസ് ആയിരിക്കും അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഓൾട്ടർ ആംബുലൻസിൽ എങ്ങനെയായിരുന്നു? പാറ്റേൺസ് പെയിന്റഡ് ആയിരുന്നു അല്ലെ? ഓൾട്ടർ ആംബുലൻസിലെ പാറ്റേൺസുകൾ പെയിന്റഡിലായിരുന്നു. മോഡേൺ ആംബുലൻസിൽ എങ്ങനെയാണ്? റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻസുകളാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ്? റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻസുകളാണ് ഉപയോഗിക്കുന്നത്. ഏത് ദൂരത്തു നിന്നും കാറിന് ഹെഡ് ലൈറ്റ്സ് ടോർച്ചസ് അടിക്കുന്ന സമയത്ത് റിഫ്ലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹൈ വിസിബിലിറ്റി ഉള്ള ലൈറ്റിംഗ് ഡിസൈനിങ് ആയിരിക്കും അവിടെ ആംബുലൻസിൽ തയ്യാറാക്കിയിരിക്കുന്നത്. അനദർ പാസീവ് മാർക്കിംഗ് എന്താണ്? റിവേഴ്സ് ലാംഗ്വേജിലാണ് അല്ലെ? വേർഡ് ആംബുലൻസ് ഫ്രണ്ട് ഓഫ് ദി വെഹിക്കിൾ റിവേഴ്സിലായിരിക്കും എഴുതിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സിംപ്ലി ഐഡന്റിഫൈ ആൻ അപ്രോച്ചിങ് ആംബുലൻസ് ഇൻ റിയർ വ്യൂ മിറർ ആംബുലൻസസ്. മിറർ ആംബുലൻസ് may display the name of the owner. പിന്നെ എന്തൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും? ഓണറിന്റെ നെയിം ഉണ്ടായിരിക്കും, ടെലിഫോൺ നമ്പർ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. And ambulance may also have a symbolic display. Ambulance symbol display ചെയ്തിട്ടുണ്ടായിരിക്കും.
ഇനി ആർട്ടിഫിഷ്യൽ വാർണിംഗ്സ് എന്തൊക്കെയാണ്? ആർട്ടിഫിഷ്യൽ വാർണിംഗ്സ് ഫ്ലാഷിംഗ് ലൈറ്റ്സ് ഉണ്ടായിരിക്കും അല്ലെ? ഫ്ലാഷിംഗ് ലൈറ്റ്സ് ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഫ്ലാഷിംഗ് ലൈറ്റ്സ്? അട്രാക്ട് ദ അറ്റൻഷൻ ഓഫ് അതർ റോഡ് യൂസേഴ്സ് അല്ലെ? റോഡ് യൂസേഴ്സിനും അതുപോലെ തന്നെ എന്താണ് സ്റ്റോപ്പ് ആംബുലൻസിന്റെ ഡേഞ്ചർ പൊസിഷൻസ് ആണ് റോഡ്. മോട്ടോറിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്ന മറ്റ് വാഹനയാത്രകൾ വരുന്ന സമയത്ത് ആംബുലൻസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ ആർട്ടിഫിഷ്യൽ വാർണിംഗ്സുകൾ അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഏതൊക്കെ കോമൺ കളേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്? ബ്ലൂ, റെഡ്, ആംബിയർ ആൻഡ് വൈറ്റ്. ഓക്കെ, ഏത് തരത്തിലുള്ള ബൾബ്സ് ആണ് ഉപയോഗിക്കുന്നത് ഫ്ലാഷിംഗ് എഫക്ട്സ് ഇടാൻ വേണ്ടിയിട്ട്? LED. ഓക്കെ, എത്ര ഡിഗ്രി കവറേജസ് ഉണ്ടായിരിക്കും? സേഫ്റ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് എത്ര ഡിഗ്രി കവറേജസ് ഉണ്ടായിരിക്കും? 360 ഡിഗ്രി കവറേജ് ആക്റ്റീവ് വാർണിംഗ്സ് അല്ലെ? അതാണ് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗും പാസീവ് വിഷ്വൽ വാർണിംഗ്. ഇത് നമുക്ക് ഓഡിയോബിൾ വാർണിംഗ്സ് നോക്കാം. അപ്പൊ എന്താണ് ഓഡിയോബിൾ വാർണിംഗ്സ്? ഓഡിയോബിൾ വാർണിംഗ്സ് beside visual warnings, ambulance can be equipped with the audible warnings, sometimes known as sirens. അല്ലെ, നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് അല്ലെ? കേൾക്കാൻ സാധിക്കുന്നതാണ് ഓഡിയോബിൾ വാർണിംഗ്സ്. എസ്പെഷ്യലി എന്താണ് നമുക്ക് സൈറൻ ആയിരിക്കും. ആംബുലൻസ് വരുന്നത് നടക്കുമ്പോൾ നമ്മൾ എന്താണ് നിലവിളി ശബ്ദം കേൾക്കും നമ്മൾ അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പറയാറ്? ഓക്കെ, നിലവിളി ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ ആംബുലൻസ് വരുന്നത് എന്നൊക്കെ തിരിച്ചറിയുന്നത്. ഓക്കെ, യെസ്, അങ്ങനെയാണ് നമ്മൾ സൈറൻസ്. ആ സൈറൻസിന്റെ കുഴപ്പമാണ് നമ്മൾ ആ സൗണ്ട് ആയിട്ട് കേൾക്കുന്നത്. which can alert people and vehicle to presence of the ambulance before they can be seen. അല്ലെ, നമ്മള് എല്ലാ ആൾക്കാരും അലേർട്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ സൈറൻസ് മുഴക്കിയിട്ട് ആംബുലൻസുകളിൽ കടന്നു പോകുന്നത്. ഫസ്റ്റ് ഹിയറബിൾ വാർണിംഗ്സ് were mechanical bells. പണ്ട് കാലത്ത് ആദ്യം ഉപയോഗിച്ചിരുന്ന എന്താണ്? മെക്കാനിക്കൽ ബെൽസുകളായിരുന്നു ആംബുലൻസിന്റെ ഫ്രണ്ട് ഓഫ് ദ റൂഫിൽ അല്ലെ? ഫ്രണ്ട് റൂഫില് ഇങ്ങനെ, അതായത് മൗണ്ടഡ് ആയിട്ട് ഫ്രണ്ട് ഓഫ് ദ റൂഫ് ഓഫ് ആംബുലൻസ്, ആംബുലൻസിന്റെ ഫ്രണ്ട് ഭാഗമില്ലേ ആ ഭാഗത്ത് നടികളായിരുന്നു, ബെൽസ് ആയിരുന്നു ആദ്യം തൂക്കിയിട്ടുണ്ട്. അപ്പൊ ഈ വാഹനം മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ് ആ ബെൽസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുന്നത് വഴിയായിരിക്കും എന്താ ശബ്ദം ഉണ്ടാവുന്നത്. അത് ആദ്യ കാലങ്ങളിൽ ഹിയറബിൾ വാർണിംഗ്സ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത് മെക്കാനിക്കൽ ബെൽസ് ആണ് കേട്ടോ. അത് പ്രത്യേക സംവിധാനത്തോട് ഉപയോഗിച്ചാണ് അത് തയ്യാറാക്കിയത്. അപ്പൊ ആ മണികൾ തമ്മിൽ കൂട്ടിയടിച്ചിട്ടാണ് ആ ശബ്ദ ആംബുലൻസ് വരുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ്, ഇപ്പൊ മോഡേൺ കാലഘട്ടത്തിലാണ് അത് സൈറൻസ് ആയിട്ട് മാറിയത്. ഓക്കെ, ആദ്യകാലങ്ങളിൽ നമ്മൾ ഫസ്റ്റ് ഹിയറബിൾ വാർണിംഗ് എന്തായിരുന്നു? മെക്കാനിക്കൽ ബെൽസ് ആയിരുന്നു കേട്ടോ. അണ്ടർലൈൻ ചെയ്തില്ല കേട്ടോ, മെക്കാനിക്കൽ ബെൽസ്. എവിടെയായിരുന്നു? മൗണ്ടഡ് ടു either the front of roof of the ambulance. ആംബുലൻസിന്റെ റൂഫിലായിരുന്നു മെക്കാനിക്കൽ ബെൽസുകൾ കണക്ട് ചെയ്തിരുന്നത്. Most modern ambulances are now equipped with electronic sirens. So, modern ambulances-ന്റെ പ്രത്യേകത എന്താണ്? ഇലക്ട്രോണിക് സൈറൻസുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് അല്ലെ? Which produce a range of different noises which ambulances operators can use to attract more attention to themselves, especially when advancing through an intersection or in heavy traffic. അതായത് which produce a range of different noises which ambulance operators, അതായത് ആംബുലൻസ് ഓപ്പറേറ്റേഴ്സ് വിവിധ നോയ്സസ് അല്ലെ, ഡിഫറെന്റ് ആയിട്ടുള്ള നോയ്സസ്, വെറൈറ്റി റേഞ്ചസിൽ ആ ഇലക്ട്രോണിക് സൈറൻസ് അവർക്ക് ഏത് രീതിയിൽ, ഇപ്പൊ ഹൈ വോളിയത്തിൽ കൊടുക്കണോ അല്ലെങ്കിൽ കുറച്ച് നോർമൽ വോളിയത്തിൽ കൊടുക്കണോ എന്നൊക്കെ അതേത് ടൈമിൽ ഏത് രീതിയിൽ കൊടുക്കണമെന്ന് ആ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ആ ഡ്രൈവേഴ്സിന് അറിയാൻ സാധിക്കും. പ്രത്യേകിച്ചും അട്രാക്ഷൻ കിട്ടുന്നതിന്, അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ആ സൗണ്ട്. നമ്മൾ ചില സമയത്ത് ആംബുലൻസ് വളരെ ശബ്ദത്തിൽ പോണതാണ് അല്ലെ? നമ്മൾ ഹൈ ട്രാഫിക്കിലൊക്കെ ആയിരിക്കും, വളരെ ഭയങ്കരമായിട്ടുള്ള ട്രാഫിക്കിൽ അല്ലെങ്കിൽ ഭയങ്കര ശബ്ദത്തിൽ പോകണം. അല്ലെങ്കിൽ നമ്മുടെ നോർമൽ റോഡിൽ കൂടി പോകുന്ന സമയത്ത് എന്തായിരിക്കും
ഒരു നോർമൽ രീതിയിലായിരിക്കും സൈറൻ ഇട്ട് പോകുന്നത്. ഹെവി ട്രാഫിക്കിൽ ഭയങ്കര ശബ്ദമായിരിക്കും. അപ്പോൾ അത് നോയ്സസ് ചേഞ്ച് ചെയ്യാനായിട്ട്, ആ റേഞ്ച് ചേഞ്ച് ചെയ്യാനായിട്ട് ഓപ്പറേറ്റേഴ്സ് ആണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് മോർ അട്രാക്ഷൻസ് അറ്റൻഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. സ്പെഷ്യലി വെൻ അഡ്വാൻസിങ് ടു ആൻ ഇന്റർസെക്ഷൻ ഓർ ഇൻ ഹെവി ട്രാഫിക്. ഹെവി ട്രാഫിക് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും കവലകളൊക്കെ ഉണ്ടാവില്ലേ, 4 കൂടിയ കവല, ഹൈ ട്രാഫിക്, അവിടെയൊക്കെയാണ് എന്താ ഇത്തരത്തിൽ ഹെവി നോയ്സസ് അല്ലെങ്കിൽ ഹെവി റേഞ്ച് ഓഫ് സൈലൻസ് അവിടെ പുറപ്പെടുവിക്കും. ഓക്കെ, a new development is the use of the RDS, radio data system of car radius. ഇനി ആംബുലൻസസിൽ മറ്റൊരു പുതിയൊരു സിസ്റ്റം കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? RDS. എന്തിനു വേണ്ടിയിട്ടാണത് ആംബുലൻസസിൽ ഘടിപ്പിച്ചിരിക്കുന്നത്? റേഡിയോ ഡാറ്റ സിസ്റ്റം. എന്തിനു വേണ്ടിയിട്ടാണ്? എമർജൻസി സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് മറ്റു വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജസ് കൈമാറുന്നതിന് വേണ്ടി RDS ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റു വാഹനങ്ങളുടെ മെസ്സേജസ്, ആ ഡാറ്റ കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് RDS എന്ന സിസ്റ്റം അവിടെ ആംബുലൻസസിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അതൊരു ന്യൂ ഡെവലപ്മെന്റൽ എക്യുപ്മെന്റ് ആണ്, ന്യൂ ഡെവലപ്മെന്റൽ സിസ്റ്റം ആണ് കേട്ടോ. അതായത് മറ്റു വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജസ്, എന്തെങ്കിലും എമർജൻസീസ് മെസ്സേജസ് കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് RDS സിസ്റ്റം അവിടെ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് പ്രത്യേക റേഞ്ചിനുള്ളിൽ വരുന്ന വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ആ മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു RDS സിസ്റ്റം അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. The ambulance is equipped with a short-range FM transmitter, which formulate the radio of all car within range. എന്താണ് അടുത്തത്? ഷോർട്ട് FM ട്രാൻസ്മിറ്റർ. ഷോർട്ട് FM ട്രാൻസ്മിറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ FM ട്രാൻസ്മിറ്റർ? ഇതിന്റെ പർപ്പസ് എന്തായിരിക്കും? FM ട്രാൻസ്മിറ്ററിന്റെ പർപ്പസ് എന്തായിരിക്കും? നിശ്ചിത ദൂരപരിധിയിലുള്ളവർക്കും ദൂരപരിധിയിലുള്ള കാറുകൾ, അല്ലെ, അതായത് ആംബുലൻസുമായി അല്ലെങ്കിൽ ആ ഒരു റേഞ്ച്, നിശ്ചിത റേഞ്ചിൽ വരുന്ന എന്താണ് വാഹനങ്ങൾക്ക് ആ മെസ്സേജസുകൾ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന മറ്റൊരു ഉപകരണം കൂടിയാണ് മറ്റൊരു സിസ്റ്റം കൂടിയാണ് FM ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. രണ്ടും ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെയും ചെയ്യും. RDS FM ട്രാൻസ്മിറ്റർ ഏകദേശം ഒരേ സിസ്റ്റം തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ് ഓഡിയോബിൾ വാർണിംഗ്സിൽ വരുന്നത്? പറഞ്ഞേ. സൈറൻസ്. ഓക്കെ, ഫസ്റ്റ് ഹിയറബിൾ വാർണിംഗ്സ് എന്തായിരുന്നു? ഫസ്റ്റ് ഹിയറബിൾ വാർണിംഗ്സ് മെക്കാനിക്കൽ ബെൽസ്, അല്ലെ? മെക്കാനിക്കൽ ബെൽസ് ആണ് ഫസ്റ്റ് ഉപയോഗിച്ചിരുന്നത്. മോഡേൺ മോസ്റ്റ് ആംബുലൻസിൽ എന്തൊക്കെയാണ്? ഇലക്ട്രോണിക് സൈറൻസ്, അല്ലെ? ഇലക്ട്രോണിക് സൈറൻസുകളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഏത് സമയത്താണ് ഈ ഇലക്ട്രോണിക് സൈറൻസുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? ഡിഫറെന്റ് നോയ്സസ് റേഞ്ച് പുറപ്പെടുവിക്കുന്ന ഏത് സമയത്താണ്? ഏത് സ്ഥലത്താണ്? ഹെവി ട്രാഫിക് ഏരിയ അല്ലെങ്കിൽ ഇന്റർസെക്ഷൻ ഏരിയാസിലായിരിക്കും എന്താ ഡിഫറെന്റ് നോയ്സസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ന്യൂ ഡെവലപ്മെന്റൽ സിസ്റ്റം എന്താണ് അവിടെ യൂസ് ചെയ്യുന്നത്? രണ്ടെണ്ണം എന്തൊക്കെയാണ്? ഒന്ന് RDS, റേഡിയോ ഡാറ്റ സിസ്റ്റം, ദെൻ FM ട്രാൻസ്മിറ്ററും. ഇതിനാണ്
എമർജൻസി സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് മറ്റു വാഹനങ്ങളിലേക്ക് മെസ്സേജസ് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടിന്റെയും പേർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രത്യേക റേഞ്ചിൽ വരുന്ന വാഹനങ്ങൾ. ക്ലിയർ ആണോ? ഓഡിയോബിൾ വാർണിംഗ്സ്, ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ്, പാസീവ് വിഷ്വൽ വാർണിംഗ്സ്. ഓക്കെ, കോസ്റ്റ് നോക്കാം. കോസ്റ്റ്. The ambulance ride cost can be paid from several sources, and this will relay the local situation of kind of services being provided by whom and whom. എന്താണ് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ആംബുലൻസിന്റെ ചാർജസ് നമ്മൾ ഈടാക്കുന്നത് അല്ലെ. ഏതൊക്കെ സിറ്റുവേഷൻസിൽ എങ്ങനെയുള്ളതാണ് ഇതിനനുസരിച്ചിട്ടാണ് ഇത് ആംബുലൻസിൽ നമ്മൾ കോസ്റ്റസ് ഈടാക്കുന്നത്. ഓക്കെ, അപ്പൊ ആര് ആർക്ക് ചെയ്യും, ബൈ ഹൂം ആൻഡ് ഹൂം, ആര് ആർക്ക് ചെയ്തെന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ് ആംബുലൻസിന് ഫണ്ടുകൾ അല്ലെങ്കിൽ ആംബുലൻസ് സർവീസ് ചാർജസ് വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ആദ്യത്തെ എന്താണ് കൊടുത്തിരിക്കുന്നത്, ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നത് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസസ്. ആദ്യത്തെ കോസ്റ്റ് എന്താണ്? ഗവൺമെന്റ് ഫണ്ടഡ് സർവീസസ്. അതിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഗവൺമെന്റ് ഫണ്ടഡ് സർവീസസ് full or the majority part of the cost of transport by ambulance is borne by the local, regional or national government through their ordinary taxation. The national government അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റിന്റെ കീഴിലായിരിക്കും എന്താ ഗവൺമെന്റ് ഫണ്ട് സർവീസസ് ഒക്കെ പ്രവർത്തിക്കുന്നത് അല്ലെ. അതായത് ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന ആംബുലൻസുകളായിരിക്കും. അവിടെ ഒക്കെ ചിലപ്പോൾ നമ്മൾ ചെറിയൊരു രീതിയിലുള്ള ഒരു പൈസ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഓൾറെഡി ഫ്രീ ആയിരിക്കും. ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ആംബുലൻസുകൾ കണ്ടിട്ടില്ലേ, നമ്മൾ അവിടെ എക്സ്ട്രാ ചാർജസുകൾ പേ ചെയ്യാറുണ്ടോ? ഇപ്പൊ ഒരുപാട് ദൂരമോ അങ്ങനെ എന്തെങ്കിലും പോണെങ്കിൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് അവിടേക്ക് എന്തെങ്കിലും ഒരു പൈസ അവിടെ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്തായിരിക്കും, അത് ഗവൺമെന്റിന്റേതായത് കൊണ്ട് തന്നെ എന്തായിരിക്കും ഫെസിലിറ്റീസ് അത് ഫ്രീ ആയിരിക്കും. എന്നാണ് ഗവൺമെന്റ് ഫണ്ട് സർവീസസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നാഷണൽ ഗവൺമെന്റിന്റെ ലോക്കൽ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതായിരിക്കും എന്ത് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസസ് ആംബുലൻസുകൾ. ഓക്കെ, അപ്പൊ ഈ പ്രൈവറ്റ് ഫണ്ടഡ് സർവീസസ് എന്തായിരിക്കാം? പ്രൈവറ്റ് ഫണ്ടഡ് സർവീസസ് ഫുള്ളി പെയ്ഡ് ആണോ? ഫുള്ളി പെയ്ഡ് ചെയ്യേണ്ടി വരില്ല. എങ്ങനെയാണ്? Cost of ambulance transport should be by themselves or through their insurance company. ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് ഓൾറെഡി ഇൻഷുറൻസ് ഉള്ളവരാണെങ്കിൽ ആ ചാർജ് എന്താണ്, ആ ഇൻഷുറൻസിൽ നിന്ന് ആ ആംബുലൻസിന്റെ ഫണ്ട് ഇൻഷുറൻസ് വഴി നമ്മൾ പോകും. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ചിലപ്പോൾ പൈസ കൊടുക്കേണ്ടി വരും. പ്രൈവറ്റ് ആണെങ്കിൽ എന്താണ്, നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. ഇൻഷുറൻസ് ഉള്ളവരാണെങ്കിൽ അത് ഇൻഷുറൻസിലേക്ക് ഉൾപ്പെടുകയും ചെയ്യും. അതാണ് പ്രൈവറ്റ് ഫണ്ടഡ് ആംബുലൻസ് സർവീസസ്. ഓക്കെ, ഇനി ഗവൺമെന്റ് ഫണ്ടഡ് പറഞ്ഞു, പ്രൈവറ്റ് ഫണ്ടഡ് പറഞ്ഞു. ചാരിറ്റി ഫണ്ടഡ് സർവീസസ്. ട്രാൻസ്പോർട്ട് ബൈ ambulances may be given free of charge to patients by a charity, although contributions may be sought for services received. Charity ഫണ്ടഡ് എന്താണ്? ഫ്രീ ചാർജസ് ഓഫ് പേഷ്യൻസ് ആണ് അല്ലെ. പേഷ്യൻസിന് ഫ്രീ ആയിട്ടാണ് അവർ സേവനങ്ങൾ കൊടുക്കുന്നത്. ചാരിറ്റിയുടെ കീഴിലായിരിക്കും. ഇനി അപ്പൊ അവരവിടെ പൈസ വാങ്ങിക്കുന്നുണ്ടോ ചാരിറ്റി ഫണ്ട് സർവീസസില്? പൈസയ്ക്ക് പകരം അവർ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് അല്ലെ, എന്തെങ്കിലും സംഭാവനകൾ എന്തെങ്കിലും അവർ സ്വീകരിക്കുന്നത്. അതായത് ഇപ്പൊ ചാരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഇപ്പൊ അവർക്ക് വേണ്ടത് ചിലപ്പോൾ വീൽ ചെയേഴ്സ് ആയിരിക്കാം, വാട്ടർ ബസ്സുകളായിരിക്കാം, മറ്റ് ഫെസിലിറ്റീസുകൾ. ദെൻ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സംഭാവനകൾ മാത്രമായിരിക്കും ഈ ചാരിറ്റി ഫണ്ടഡ് സർവീസസുകൾ ആവശ്യപ്പെടുന്നത്. അതായത് പൈസ വാങ്ങിക്കില്ല
അല്ലെ, അവർക്ക് എന്തെങ്കിലും വാട്ടർ കിട്ടുമ്പോഴോ മറ്റ് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഇപ്പൊ അവരുടെ കീഴിൽ കുറെ പേഷ്യൻസുകൾ ഉണ്ടാവായിരിക്കും ചാരിറ്റിയുടെ കീഴിൽ. അപ്പൊ അവർക്ക് വേണ്ട ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവർ ആവശ്യപ്പെടുന്നത്. അല്ലാതെ അവർ ചിലപ്പോ പൈസ വാങ്ങിക്കത്തില്ല. അത് ഫ്രീ സർവീസ് ആയിട്ടായിരിക്കും അവിടെ പേഷ്യൻസിനൊക്കെ ആ സർവീസസ് ചെയ്യുന്നത്. അതാണ് ചാരിറ്റി ഫണ്ട് സർവീസ് ആംബുലൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവർ കൊടുത്ത സേവനങ്ങൾ അവർ സ്വീകരിക്കുന്നത് അവർ കുറച്ച് കോൺട്രിബ്യൂഷൻസ് ആയിരിക്കും. അടുത്തതാണെന്ത്? ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസസ്. ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസസ്. Hospital may provide ambulance transport free of charge on condition that patient use hospital services, which they may have to pay for. ഇനി ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസസിന് പ്രത്യേകത എന്തായിരിക്കും? ചില ഹോസ്പിറ്റൽസിൽ, എല്ലാവർക്കും ഉള്ള ചില ഹോസ്പിറ്റലിൽ എന്താണ് ഫ്രീ ചാർജസ് ഉണ്ടായിരിക്കും. അപ്പൊ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇപ്പൊ കുറച്ച് ദൂരം കൊണ്ടുപോകാനായിരിക്കും, അല്ലെങ്കിൽ തൊട്ടടുത്ത ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ജസ്റ്റ് പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. ഒരുപാട് പ്രായമായ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ചിലപ്പോ ഹോസ്പിറ്റലിൽ അത് ചിലപ്പോ അത്ര ദിവസം അവർ അഡ്മിറ്റ് ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പേഷ്യൻസിനെ കൊണ്ട് ഫ്രീ ചാർജസ് കൊടുക്കും. പൈസ ഇടാല്ല, പക്ഷെ ദൂരം കൂടുതലനുസരിച്ച് പൈസ ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷെ ചിലവരിൽ എന്താണ് ആ പൈസ ഈടാക്കുന്നത്. ചില സിറ്റുവേഷൻസിൽ അനുസരിച്ച് എന്താണ് നമ്മൾ പേ ചെയ്യേണ്ടി വരും അല്ലെ. അത് ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പൊ ആ രോഗി അവിടെ പേഷ്യന്റ് അവിടെ അഡ്മിറ്റഡ് ആയിട്ട് എന്തെങ്കിലും ആള് മരിക്കുകയാണെങ്കിൽ എന്താണ് ആള് ആ ഹോസ്പിറ്റലിലെ സർവീസിന് ആംബുലൻസ് തന്നെയായിരിക്കും അവര് വീട്ടിലേക്ക് ആളെ ബോഡി എത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സേവനങ്ങളൊക്കെയായിരിക്കും ഹോസ്പിറ്റൽ ഫണ്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്താണ് ഹോസ്പിറ്റൽ ഫണ്ട് സർവീസസ് ആംബുലൻസുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, കോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ 4 ആയിട്ടാണ് ആംബുലൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഒന്നാമത്തെ എന്തായിരുന്നു? ഗവൺമെന്റ് ഫണ്ടഡ് സർവീസസ് ആണ് അല്ലെ. ഗവൺമെന്റ് ഫണ്ടഡ് സർവീസസ് ആണ്. അതെന്താണ്? അത് ഒന്നിലെ നാഷണൽ ഗവൺമെന്റിന്റെയോ റീജിയണൽ ഗവൺമെന്റിന്റെയോ കീഴിലായിരിക്കും ഗവൺമെന്റ് ഫണ്ടഡ് സർവീസസുകൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇനി പ്രൈവറ്റ് ഫണ്ടഡ് എന്താണ്? കോസ്റ്റ് ട്രാൻസ്ഫർ ടു ബി themselves or their ഇൻഷുറൻസ് കമ്പനി. അതായത് നമ്മൾ പൈസ അടയ്ക്കേണ്ടവരല്ലെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എന്താണ് പൈസ അടയ്ക്കേണ്ടതായിട്ട് വരില്ല. ചാരിറ്റി ഫണ്ട് സർവീസസ് എന്ന് പറഞ്ഞാൽ ഫ്രീ സർവീസസ് ആയിരിക്കും. അവര് പൈസ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പകരം നിലവിൽ കോൺട്രിബ്യൂഷൻസോ മാത്രമായിരിക്കും അവര് ചാരിറ്റി ഫണ്ട് സർവീസസ് ആംബുലൻസുകൾ സ്വീകരിക്കുന്നത്. പിന്നെന്താണ് ഹോസ്പിറ്റൽ ഫണ്ട് സർവീസസ്? എന്താണ്? Condition of the patient use hospital services free of charges ആയിരിക്കും ഈ ആംബുലൻസുകൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ കോസ്റ്റ്? നിങ്ങൾക്കറിയാലോ 108 എമർജൻസി സർവീസസ്. 108 how it works. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. When an emergency is intimated through 108, the caller collects the needed basic information and send apt services. ഓഫീസിൽ തന്നെയാണ് നമ്മുടെ ഇടയിൽ കിടക്കുന്നത്. ആക്ട് എന്നാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ പ്രിന്റിംഗിൽ മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. പ്രൈമറി ഇൻഫർമേഷൻസ് ഗോട്ട് ഇൻക്ലൂഡ്സ്. അപ്പൊ നമ്മൾ 108 വിളിക്കുന്ന സമയത്ത് എന്താണ് പ്രൈമറി ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആ സമയത്ത് നമ്മൾ ആ സിറ്റുവേഷൻസിൽ ചോദിക്കുള്ളൂ അല്ലെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ
ബേസിക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് ന്യൂക്ലിയറ്റിലേക്ക് വിളിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ പറയേണ്ടത്? വേർ ദ കോൾ ഈസ് പ്ലേസ്ഡ് ഫ്രം, എവിടെ നിന്നാണ് വിളിക്കുന്നത്, എവിടെ നിന്നാണ് കോൾ വിളിക്കുന്നത്. എമർജൻസി ടൈം, ഏത് തരത്തിലുള്ള ആക്സിഡന്റ് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളാണോ. സ്ക്രീനില്ല. ഓക്കെ, എന്താണ് എമർജൻസി ടൈപ്പ് ഏതാണ്? ആക്സിഡന്റ് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള എത്ര പേർക്ക് പരിക്കുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോറി, അത് എമർജൻസി ടൈപ്പ്. അപ്പൊ ആക്സിഡന്റ് കേസ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ പറ്റിയതാണോ എന്നുള്ളത് ആദ്യം ഏത് ടൈപ്പ് ആണെന്ന് പറയണം. Then number of people injured and state of the injured, എത്ര പേർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട്. ഒരു കണ്ടീഷൻസ്, അവരുടെ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് അവരുടെ ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ എങ്ങനെയാണ്, എത്ര പേർക്ക് ഇൻജേർഡ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി പറയണം. Then the caller's name, ക്ലിയർ അല്ലേ? എന്താണ് അപ്സര ക്ലിയർ അല്ല എന്ന് പറഞ്ഞത്? നമ്മളിപ്പോ 108 വിളിക്കുന്ന സമയത്ത് എവിടെ നിന്നാണ് നമ്മൾ വിളിക്കുന്നതെന്ന് പറയണം. എന്ത് ടൈപ്പ് എമർജൻസി ആണെന്ന് പറയണം. ആക്സിഡന്റ് ആണെങ്കിൽ അതാണെന്ന് പറയണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതാണെന്ന് അവരെ അറിയിച്ചിരിക്കണം. ഇനി നമ്പർ ഓഫ് പീപ്പിൾ ഇൻജേർഡ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് ഇൻജേർഡ്, എത്ര പേർക്ക് അപകടം പറ്റിയിട്ടുണ്ട്, എത്ര പേരുടെ ഇപ്പൊ പ്രസന്റ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് വ്യക്തമാക്കണം. The caller's name and contact number for location guidance if needed. എന്താണ് വിളിക്കുന്നതാണ് കോണ്ടാക്ട് നമ്പർ, ലൊക്കേഷൻസ് ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം കോണ്ടാക്ട് നമ്പർ കൊടുക്കേണ്ടത്. മാത്രമല്ല ലൊക്കേഷൻ പ്ലേസ് ചെയ്ത ആൾക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്ന ആളുടെ നമ്പർ, കോണ്ടാക്ട് നമ്പർ അവിടെ രേഖപ്പെടുത്തും. ഓക്കെ, സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്, സ്ഥലങ്ങൾ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. അത്തരം കാര്യങ്ങളാണ്, ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഫസ്റ്റ് ഒരു പ്രൈമറി ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. എവിടെ നിന്ന് വിളിക്കുന്നു, എന്താണ് ടൈപ്പ്, എത്ര സംഭവിച്ചു, എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ എന്നുള്ള കാര്യമായിരിക്കും ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ടത് അല്ലെ. എമർജൻസി ഹെൽത്ത് സെന്റർ process is expected to reach the site the emergency in an average of 80 minutes. എന്താണ് പറയുന്നത്? എത്ര മിനിറ്റിനുള്ളിൽ അപകടം സംഭവിച്ച സ്ഥലത്ത് എത്തിച്ചേരണം? ഏകദേശം ആവറേജ് ഓഫ് 80 മിനിറ്റ്സ് അല്ലെ, ഏകദേശം 18 മിനിറ്റിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന തരത്തിലായിരിക്കണം ആംബുലൻസ് പ്രവർത്തിക്കേണ്ടത് അല്ലെ. ഏകദേശം 18 മിനിറ്റിനുള്ളിൽ തന്നെ എന്താണ് ആംബുലൻസിൽ എത്തിക്കുന്ന തരത്തിലായിരിക്കും, ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന തരത്തിലായിരിക്കണം ആംബുലൻസ് സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. പ്രീ ഹോസ്പിറ്റൽ കെയർ വേണ്ടി ടു patients who are transported to the nearest hospital. The service generally free to patients. Pre hospital care, അതായത് തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കും അല്ലാതെ എത്തിച്ചേരുക. അപ്പൊ എന്താണ് നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതായിരിക്കും ആദ്യം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സർവീസ് എന്ന് പറഞ്ഞാൽ എന്തായാലും പേഷ്യൻസിന് ജനറലി ഫ്രീ ആയിട്ടായിരിക്കും ആ ഒരു സർവീസ്, എമർജൻസി സർവീസസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ എന്താണ് ആംബുലൻസ് നമ്മളെ പൈസ വാങ്ങിക്കുന്നില്ല. തൊട്ടടുത്ത ഹോസ്പിറ്റൽ, നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനായിട്ട് എന്താണ് പൈസ ഒന്നും അവിടെ ആവശ്യമില്ല അല്ലെ. അത് ഫ്രീ സർവീസസ് ആയിരിക്കും. ഏകദേശം 18 മിനിറ്റിനുള്ളിൽ തന്നെ എന്താണ് ഹോസ്പിറ്റൽ അവിടെ എത്തിച്ചിരിക്കുകയും ചെയ്യും. 108 is generally by the EMRI. It grows more than the state of India. എന്താണ് EMRI? ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. Emergency Management and Research Institute. Emergency Management and Research Institute. EMRI-യുടെ കീഴിലാണ് എന്ത് ആംബുലൻസ് സർവീസസുകൾ പ്രവർത്തിക്കുന്നത് കേട്ടോ. EMRI-യുടെ കീഴിലാണ്, എമർജൻസി മാനേജ്മെന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിലാണ് 108 ആംബുലൻസ് സർവീസസുകൾ പ്രവർത്തിക്കുന്നത്. ഏകദേശം എന്താണ് അക്രോസ് മോർ ദാൻ 10 സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഏകദേശം 10 സ്റ്റേറ്റ്സിലും യൂസ് ചെയ്യുന്നത് ഏത് നമ്പറാണ്? എമർജൻസി നമ്പറാണ്. ബാക്കി 10 സ്റ്റേറ്റ്സിലും 10ൽ കൂടുതൽ സ്റ്റേറ്റ്സിലും യൂസ് ചെയ്യുന്നത് ഏത് നമ്പറാണ്? ഏത് എമർജൻസി നമ്പറാണ് യൂസ് ചെയ്യുന്നത്? ഹലോ, ഏത് എമർജൻസി നമ്പറാണ്? യെസ്, 108. ഉറങ്ങിപ്പോയാ?
ഓക്കെ, അത് IMRAയുടെ കീഴിലാണ്. എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അണ്ടർലൈൻ ചെയ്യാട്ടോ. അഫ്ന ഉറങ്ങിപ്പോയല്ലേ? എനിക്ക് ഉറക്കം വരുന്നത് നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ട്. ഉറക്കം വരുന്ന സമയമാണല്ലേ? 2 ദിവസം എല്ലാവരും വെക്കേഷൻ ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് 2 ദിവസമൊക്കെ ഒഴിവാക്കി കിട്ടിയല്ലേ? 2 ദിവസമൊക്കെ ഉറങ്ങി. അപ്പൊ ഈ ഒരു സമയത്താണ് ഉറങ്ങിയത്. അപ്പൊ ഉറക്കം വരും. അല്ലെങ്കിൽ നമുക്ക് ഉറക്കം വരും ഈ ഒരു സമയത്തല്ലേ? അത്ര ക്ഷീണം. ഓക്കെ. During an emergency situation, knowing what to do might save someone's life. Here are few tips on what you should tell the emergency dispatcher while calling for an ambulance. ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ അല്ലെ, ഇപ്പോ നമ്മളുടെ ഒരു കോൾ ആയിരിക്കും ചിലപ്പോൾ ആളെ എന്താണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ ചേരുന്ന ഒരു സമയമായിരിക്കും ആളുടെ ലൈഫ് ചിലപ്പോൾ സേവ് ചെയ്യുന്നത് അല്ലെ. നമ്മളുടെ ചെറിയൊരു ഇടപെടലോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു നോട്ടം, നമ്മൾ ചിലപ്പോൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയില്ലാലും ചിലപ്പോൾ ആക്സിഡന്റ് കാണില്ല അല്ലെ. നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളത് കണ്ടു, അപ്പൊ തന്നെ ഞാൻ ആംബുലൻസിനെ വിളിച്ചറിയിച്ചു, ആളപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു, ജീവൻ രക്ഷിച്ചു. അതൊക്കെയാണ് ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും നമുക്ക് ഒരാൾ ചെയ്യുന്നത് രക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് അപ്പൊ നമ്മൾ ഒരു ആംബുലൻസിനെ വിളിക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഭയങ്കര ടെൻഷനായിട്ടായിരിക്കും വിളിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അവിടെ പറയേണ്ടതുണ്ട്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം ആ ഒരു ഫോൺ ചെയ്യുന്ന സമയത്ത്, എമർജൻസി സമയത്ത് നമ്മൾ അവിടെ പറയുന്നത്? ഇതൊക്കെയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ എങ്ങനെയായിരിക്കണം? നിക്കാം അല്ലെ, നമ്മള് വളരെയധികം ശാന്തമായിട്ട് ഇത് വേണം സംസാരിക്കാനായിട്ട്. Become and tell the emergency operator the details of the type of emergency. നമ്മൾ ആളെ വിളിക്കുന്ന സമയത്ത് ടെൻഷനാണ്, നമുക്കറിയാം. ടെൻഷൻ ആണെങ്കിൽ നമ്മൾ വളരെ ശാന്തമായിട്ട് കറക്റ്റ് ആയിട്ട് ആളെ അറിയിക്കണം. എന്താണ്, ഏത് ടൈപ്പ് ഓഫ് എമർജൻസി ആണ് അവിടെ നടന്നത് എന്ന് വ്യക്തമായിട്ട് ആൾക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെ. ആംബുലൻസ് ഓപ്പറേറ്റർക്ക് വ്യക്തമായതിനെ പറ്റി പറഞ്ഞു കൊടുക്കണം. Then അതിനുശേഷം എന്താണ്? You will be demanded to tell him or her address to where ambulance should reach that include postal code. അല്ലെ, ആ സമയത്ത് ആളുടെ കൃത്യമായ അഡ്രസ്, ആ സമയത്തുള്ള ആളുടെ അഡ്രസ്, അതുപോലെ തന്നെ പോസ്റ്റൽ കോഡ്, അതൊക്കെ അവർക്ക് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, കൃത്യമായ ലൊക്കേഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കണം. That includes postal code. Then your phone number may also be entered for in case of the operator wants to contact you for directions. നമ്മുടെ നമ്പർ കൂടെ അവരൊക്കെ അതിൽ കൊടുത്തിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ഡയറക്ഷൻസ് ഒക്കെ കൃത്യമായി അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഓപ്പറേറ്ററിന്റെ ഡയറക്ഷൻസ് കൃത്യമായി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്പർ, അവിടെ മൊബൈൽ നമ്പർ അവിടെ കൊടുക്കേണ്ടത്. Then he or she will be also needed the patient's age, sex and any medical history you might recollect. എന്താണ്? He or she will be. അപ്പൊ നമ്മളിപ്പോ ഒരു ആക്സിഡന്റ് ആയി കിടക്കുന്ന സമയത്ത് പേഷ്യൻസിനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഏജസ് ഒക്കെ നമുക്കിപ്പോ ആണാണോ പെണ്ണാണോ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. ഒരു കുട്ടിയാണെങ്കിൽ കുട്ടിയാണ്, അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ള ആണെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ട് ആളാണ്, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനാണ് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഫസ്റ്റ് ആ ഒരു ബേസിക് ഇൻഫർമേഷൻ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മളത് ആ ഓപ്പറേറ്റർക്ക് അത് പറഞ്ഞു കൊടുക്കും. ഇനി മെഡിക്കൽ ഹിസ്റ്ററി അറിയാവുന്ന ആളാണെങ്കിൽ, ആളെ പറ്റി എന്തെങ്കിലും അറിയാവുന്ന ആളാണെങ്കിൽ അതിന്റെ മെഡിക്കൽ ഹിസ്റ്ററി കൂടി അത് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അറിയാവുന്ന ഒരാളാണെങ്കിൽ മാത്രം. Operator will also need to know if the person is bleeding, if he or she is conscious and chest pain as is breathing. ഇനി അതേ ചോദിക്കുന്ന സമയത്ത് ആള് പേഴ്സണ് ബ്ലീഡിംഗ് ഉണ്ടോ അല്ലെ, ഏതെങ്കിലും തരത്തിലുള്ള ബ്ലീഡിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ ആള് പേഷ്യന്റ് കോൺഷ്യസ് ആണോ, ചെസ്റ്റ് പെയിനോ അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടോ എന്ന് നമ്മൾ കൃത്യമായി അവരോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മൾക്ക് ചോരയെ കുറിച്ച് എടുക്കുന്ന ആളാണെങ്കിൽ നമുക്ക് കണ്ടറിയാൻ പറ്റും, ബ്ലീഡിങ് നിൽക്കാതെ പോകുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് കാണിക്കുന്നുണ്ടാവും, ചെസ്റ്റ് പെയിനോ ആള് കോൺഷ്യസ് ആവാതെ നിൽക്കുന്നുണ്ടായിരിക്കും, അതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നതല്ലേ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അത് അവരോട് പറയാം, ഓപ്പറേറ്ററോട് പറയേണ്ടതാണ്. Then you will also be demanded to make clear the type of injury or emergency and what case is the incident.
ഏത് ടൈപ്പ് ഓഫ് ഇഞ്ചുറി ആണ് നമുക്ക് അറിയാമെങ്കിൽ, നമുക്കത് കണ്ടിട്ട് അറിയാമെങ്കിൽ ഹെഡ് ഇഞ്ചറീസ് ആണോ അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള മറ്റു ഫ്രാക്ചേഴ്സ് ആണോ സംഭവിച്ചെങ്കിൽ എന്താണ് നമ്മളത് കൃത്യമായി അവരോട് പറയണം. എന്ത് ടൈപ്പ് ഓഫ് ഇഞ്ചുറി ആണ്, എമർജൻസി ആണ് നടന്നതെന്ന് ആളെ ഓപ്പറേറ്ററെ നമ്മൾ അറിയിച്ചിരിക്കണം. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ ആ ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ ന്യൂക്ലിയറ്റിലേക്ക് വിളിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് പറയാൻ ശ്രമിക്കാം. വളരെയധികം ശാന്തമായിട്ട് ഈ കാമായിട്ട് വേണം നമ്മൾ ആ കാര്യങ്ങൾ അവിടെ പറയേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ അത്? ഒന്ന് വായിച്ചു നോക്കിയേ നിങ്ങള്. ഇവിടം വരെ എടുത്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? നമുക്ക് ഈസിലി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ ഇതിലേക്ക് പറയാനായിട്ട്. ക്ലിയർ ആണ്. ഒന്നും ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി വായിച്ചു വയ്ക്കാൻ മതി കേട്ടോ. നമുക്ക് ഇതിൽ നോക്കാനുള്ളത് ക്രൂയിങ് കൂടി മാത്രമേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ക്രൂയിങ് എന്ന് പറഞ്ഞാൽ ആംബുലൻസ് സർവീസിനകത്ത് ആരൊക്കെ ഉണ്ടായിരിക്കും, ആരൊക്കെ മെമ്പേഴ്സ്, ക്രൂയിങ് മെമ്പേഴ്സ് ആരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ പറഞ്ഞു പോണേനെ എടുക്കുന്നില്ല കേട്ടോ. ഫസ്റ്റ് റെസ്പോണ്ടർ ഉണ്ടായിരിക്കും, ആംബുലൻസ് ഡ്രൈവർ ഉണ്ടായിരിക്കും, നോൺ എമർജൻസി അറ്റൻഡർ, എമർജൻസി കെയർ അസിസ്റ്റന്റ്, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ, രജിസ്റ്റേർഡ് നഴ്സ്, പാരാമെഡിക്സ്, എമർജൻസി കെയർ പേഷ്യന്റ് പ്രാക്ടീഷണർ, ഫിസിഷ്യൻ അസിസ്റ്റന്റ്. ഇത്രയും പേരായിരിക്കും ആംബുലൻസിന്റെ അകത്ത് ഉണ്ടായിരിക്കുന്നത്. അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഏതൊക്കെ ആംബുലൻസസിലായിരിക്കും എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അതൊന്ന് വായിച്ചിട്ട് പോരെ, സമയമുള്ളവരാണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് പോരെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഫ്രൈഡേ കാണാം. നെക്സ്റ്റ് ഫ്രൈഡേ എന്ത് ഡേറ്റ് ആണ്? നെക്സ്റ്റ് ഫ്രൈഡേ 3. അപ്പൊ നമ്മൾ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് കാണുള്ളൂ അല്ലെ? അപ്പൊ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. താങ്ക് യു. ആയിക്കോളൂ കേട്ടോ. നെക്സ്റ്റ് ഇയർ കാണാം. ബൈ. ഇവരൊക്കെ അടിച്ചു പൊളിക്കട്ടോ. ട്യൂസ്ഡേ ഉണ്ട്, ട്യൂസ്ഡേ ആണ് നമ്മൾ മറന്നു വരാം. ആരാണോ ബുദ്ധിമതി? ഇവിടെ ഓർമ്മയായി. ട്യൂസ്ഡേ 30th കാണുമല്ലോ നമ്മള്. ശരിയാണ്, ശരിയാണ്, ശരിയാണ്. താങ്ക് യു. ചെയ്യുന്നു. അപ്പൊ ഇയർ ഒന്നുകൂടെ നമുക്ക് കാണാം. ഓക്കെ.